ഹായ് മക്കളെ, ജെസി സാറാണ്. മക്കളെ, ക്ലാസ്സൊക്കെ തുടങ്ങി. അതുപോലെ നിങ്ങളൊക്കെ തന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കിയോ എന്താ സോഷ്യൽ സയൻസിൻ്റെ ഒരു അവസ്ഥ. പല ആൾക്കാരും പറയുന്നുണ്ട് ഇതുപോലെ തന്നെ സാർ സോഷ്യൽ സയൻസ് അത്യാവശ്യം ടഫാണല്ലോ എന്ന്. യാഥാർത്ഥ്യം അതാണ് മക്കളെ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ടെക്സ്റ്റ് ഒന്ന് നോക്കുക. ഫസ്റ്റ് പാർട്ടിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹ്യൂമണിസം. ഫസ്റ്റ് ചാപ്റ്ററാണ് ഹ്യൂമണിസം, മാനവികത. മക്കളെ, വേൾഡ് ഹിസ്റ്ററിയാണ് പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7ാം ക്ലാസ്സിലെങ്ങാൻ ചെറിയ തരത്തിലേക്ക് റിനൈസൻസ്, റിഫോർമേഷൻ കുറേയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ നവോത്ഥാനം, മതനവീകരണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതിനെ കുറച്ചും കൂടി വലിയ കണ്ടൻറ്റുകളാക്കിയിട്ടാണ് ഹ്യൂമണിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ മക്കൾക്ക് സെക്കൻഡ് പാർട്ടിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ചാപ്റ്റർ നോക്കുക. ക്ലൈമറ്റ് ആൻഡ് വെതർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സീനിയേഴ്സ് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു 9ലും 10ലും പഠിച്ച 2 ചാപ്റ്റർ ഉണ്ട്. ആ 2 ചാപ്റ്ററും കൂടി ഒരുമിപ്പിച്ചിട്ടുള്ളതാണ് ഇത് നിങ്ങൾ പഠിക്കുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ക്ലൈമറ്റ് ആൻഡ് വെതർ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ എത്രത്തോളം കണ്ടൻറ് ഉണ്ടാവും എന്നുള്ളത് എൻ്റെ മക്കൾ ആലോചിച്ചാൽ മതിയല്ലോ. അപ്പോൾ വലിയ കണ്ടൻറ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിനകത്ത്. ഇനി 10ാം ക്ലാസ്സിനകത്ത് സോഷ്യൽ സയൻസ് ആണെന്ന് വിചാരിക്കുമ്പോൾ പല ആൾക്കാരും തോന്നും സാർ സിമ്പിളാണ് എന്ന് വിചാരിക്കും. മക്കളെ, സിമ്പിൾ അല്ലടാ. നിങ്ങൾ ഈ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഒന്ന് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയേ എന്താ അവസ്ഥ. കുറേ ആളുകൾക്ക് A+ നഷ്ടമായിട്ടുള്ളത് സോഷ്യൽ സയൻസിലാണ്. പല ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. സോഷ്യൽ അല്ലേ സാർ, എന്തായാലും അത് വായിച്ചാൽ കിട്ടും എന്ന് വിചാരിക്കരുത്. കാരണം അത്യാവശ്യം ടഫായിട്ടുള്ളതാണ് സോഷ്യൽ സയൻസ്. നമ്മൾ വിചാരിച്ചിട്ടില്ലെങ്കിൽ സോഷ്യൽ സയൻസിന് നമുക്ക് ഫുൾ A+ കിട്ടില്ല. അതുകൊണ്ട് സോഷ്യൽ സയൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് നോക്കണം. ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം മക്കളെ, ഇതിനൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം നമുക്ക് ആവശ്യമാണ്. ഒരു ഫുൾ A+ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം കിട്ടുന്നതല്ല. കൃത്യമായിട്ടൊരു ഓർഡർ പ്രകാരം എന്ത് ചെയ്യണം, പോകണം. അപ്പോൾ പല ആൾക്കാരും വിചാരിക്കും സാറേ ഞങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് ചാനലിനകത്ത് ഒരുപാട് ലൈവുകളില്ലേ, ലൈവ് ക്ലാസ്സുകളില്ലേ, യൂട്യൂബിനകത്തുള്ള ക്ലാസ്സുകളില്ലേ, അത് കണ്ടാൽ പോരെ എന്ന് വിചാരിക്കും. മക്കളെ, അത് കണ്ടാൽ മതി. പക്ഷേ അത് നിങ്ങൾക്ക് നോക്കുക, ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കണം. അതായത് ഓരോന്നും ചാപ്റ്റർ വൈസ് അത് കൃത്യമായിട്ടുള്ള ഓർഡറിലാണോ ആ ക്ലാസ്സുകളുള്ളത്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ മക്കളൊന്ന് പരിശോധിച്ച് നോക്കുക. അല്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാൻ പറ്റൂലേ. നമുക്ക് വേണ്ട വീഡിയോസൊക്കെ ഉണ്ടാവാം, പക്ഷേ അതൊക്കെ നമ്മൾ കുറേ സെർച്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പിറകെ പോയാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഇത്തരത്തിലേക്കൊക്കെ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു സ്ട്രെസ്സും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നൽകിക്കൊണ്ട് സൈലത്തിൻ്റെ ഒരു കിടിലൻ ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അസ്ത്ര 2.0 ആണ്. എന്തുകൊണ്ടാണ് അസ്ത്ര 2.0 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്ത്ര 1.0 ഉണ്ടായിരുന്നു. അത് അഡ്മിഷൻ ഫുള്ളായ സമയത്ത് എന്ത് ചെയ്തു, അഡ്മിഷൻ അത് അവസാനിപ്പിച്ചു. ഇനി ഉള്ളത് എന്താണ്, ഇതുപോലെ കുറേ ആൾക്കാരുടെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ട് അസ്ത്ര 2.0 നമ്മൾ എന്ത് ചെയ്യാണ്, വരും ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അസ്ത്ര 2.0 ആണ് എന്ന് വിചാരിച്ചിട്ട് അസ്ത്ര 1.0ൽ ചേർന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കിട്ടിയ ക്ലാസ്സുകൾ കിട്ടില്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അതൊന്നുമില്ല, നിങ്ങൾക്ക് അവർക്ക് കിട്ടിയതുപോലെ തന്നെ ക്ലാസ്സുകൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. ഓടിച്ചു പോകുന്നതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഓടിച്ചു പോകുന്നതല്ല. എല്ലാം എന്താണ്, നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, എടുത്തു തരും. ഇനി ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് മകളെ? അസ്ത്ര 2.0ൽ നിങ്ങളെ കാത്തിരിക്കുന്നത് റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്. അതുപോലെ എക്സാം സീരീസുകളുണ്ട്. കൂടാതെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് ഉണ്ട്. ഇനി അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഞാൻ പറയാം, ഇൻസ്റ്റാ ലേൺ എന്ന് പറയുന്നത്. എന്താണ് ഇൻസ്റ്റാ ലേൺ? നിങ്ങൾ അറിയാത്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് അസ്ത്ര 1.0ൽ ജോയിൻ ചെയ്ത ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കുക, എന്താണ് ഇൻസ്റ്റാ ലേൺ എന്ന് പറയുന്നത്. അതായത് മകളെ, ഒരു ചാപ്റ്റർ, ഞാനത് ഡീറ്റെയിൽ ആയി പറയുന്നില്ല, ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളെ കയ്യിലേക്ക് തരികയാണ്. അപ്പോൾ അതൊക്കെ ഒരു സസ്പെൻസ് ആണ്. അത് കൂടാതെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്, ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലൈവായിട്ട്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ്, ഓൺലൈനിൽ കാണുന്ന ടീച്ചേഴ്സ് ഇല്ലേ, അവരോട് നിങ്ങൾക്ക് ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കണമെങ്കിൽ അതിനുള്ള വലിയൊരു ഫീച്ചർ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അസ്ത്ര 2.0 അകത്തുണ്ട്. നിങ്ങൾക്ക് ഓരോ സ്ലൈഡ് വൈസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് കൃത്യമായിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യും, മറുപടി നിങ്ങൾക്ക് നൽകും. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള കിടിലനായിട്ടുള്ള ഇതുപോലെ ഫീച്ചേഴ്സുകളാണ് ഈ അസ്ത്രയ്ക്കകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത്. മക്കൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഉടനെ എന്ത് ചെയ്യുക, സൈലത്തിൻ്റെ ഭാഗമായി മാറുക. നമുക്ക് അടിപൊളിയായി ഉഷാറായിട്ട് ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഈ വർഷം പഠിക്കാം. ഒരു ഫുൾ A+ലേക്ക് നമുക്ക് എത്താം മക്കളെ. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ.